എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചരിത്രമുറങ്ങുന്ന പമ്പയുടെ മണൽപ്പുറത്ത് ആത്മീയതയുടെ വറ്റാത്ത ഉറവയുമായി വീണ്ടും ഒരു മാരാമൺ കൺവെൻഷൻ കാലം. 131 വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്ന ഈ മണൽപ്പുറം വെറുമൊരു സ്ഥലമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പ്രത്യാശയുടെ തുരുത്താണ് ഇത്. 2026 ഫെബ്രുവരി 8 ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത ഭദ്രദീപം കൊളുത്തിയതോടെ പമ്പാതീരം വീണ്ടും ഉണർന്നു കഴിഞ്ഞു. വചനത്തിൻ്റെ വിരുന്നൊരുങ്ങുന്ന ഈ പന്തലിലെ വിശേഷങ്ങളിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മകളിൽ ഒന്ന്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷൻ എന്ന പേരും മാരാമണിന് ഉണ്ട്. പന്തൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓലയും മുളയും മുതൽ ഇതിൻ്റെ ഓരോ അംശത്തിലും ലാളിത്യവും പ്രകൃതിയോടുള്ള ഇണക്കവും കാണാവുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുക മാത്രമല്ല, അവ ജീവിതത്തിൽ പകർത്തുകയാണ് കൺവെൻഷൻ്റെ ലക്ഷ്യം. സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടവും കരുണയുടെ പ്രവർത്തനങ്ങളും ഇവിടെ നിന്നാണ് പലപ്പോഴും രൂപപ്പെടാറുള്ളത്. മർത്തോമാ സഭയുടെ കീഴിലുള്ള വിവിധ മിഷനറി സംഘടനകൾ, വിട്ടുമാറാത്ത രോഗികൾക്ക് തുണയാകുന്ന സ്ഥാപനങ്ങൾ, പുസ്തകശാലകൾ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ കൺവെൻഷൻ നഗരിയെ അറിവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. പലപ്പോഴും വേനൽ ചൂടിനെ അവഗണിച്ച് പമ്പാനദിയിലെ ജലനിരപ്പിനെ കരുതിയും വിശ്വാസികൾ ഇവിടെ ഒത്തുകൂടുന്നു. ഇത് അവരുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ തെളിവാണ്. 1895 നവോത്ഥാന നായകൻ ഏബ്രഹാം മൽപ്പാൻ്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഈ വിശ്വാസ പ്രയാണം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മകളിൽ ഒന്നാണ്. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ഈ പമ്പയുടെ തീരം പ്രാർത്ഥനകളാൽ മുഖരിതമാകും. ഇവിടെ പെയ്യുന്ന ദൈവവചനം വെറുമൊരു ശബ്ദമല്ല, അത് തകർന്ന ഹൃദയങ്ങൾക്കുള്ള സാന്ത്വനവും വഴിയറിയാതെ ഉഴലുന്നവർക്കുള്ള വെളിച്ചവുമാണ്. മാരാമൺ കൺവെൻഷൻ്റെ ഓർമ്മകളിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പമ്പാ നദി മുറിച്ചു കടന്നുള്ള ആ വരവ്. പമ്പയുടെ ഒരു കരയിൽ പടുകൂറ്റൻ പന്തൽ ഉയരുമ്പോൾ മറുകരയിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ നദിയിലിറങ്ങി മണൽപ്പുറത്തേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച ഒരു സുന്ദരമായ ദൃശ്യമായിരുന്നു. എന്നാൽ ഇത്തവണ മാരാമൺ മണൽപ്പുറം ചരിത്രപരമായ മാറ്റത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. പണ്ട് യുദ്ധകാലങ്ങളിൽ സൈനികർക്ക് അതിവേഗം നദികൾ മുറിച്ചു കടക്കാൻ പട്ടാളം നിർമ്മിക്കുന്ന ബെയിലി പാലം ഇത്തവണ പമ്പയ്ക്ക് കുറുകെ വിസ്മയകരമായി ഉയർന്നിരിക്കുന്നു. ചെളിയും വെള്ളവും വകഞ്ഞു മാറ്റി മണൽപ്പുറത്തേക്ക് നടന്നിരുന്ന പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ആശ്വാസമേകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ താൽക്കാലിക പാലം പണിതിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ വിജയത്തിൻ്റെ പാതയൊരുക്കുന്ന അതേ കരുത്തോടെ പ്രാർത്ഥനയുടെ മണൽപ്പുറത്തേക്ക് വിശ്വാസികളെ സുരക്ഷിതമായി എത്തിക്കുവാൻ ഈ ഉരുക്കുപാലം ഇന്ന് സജ്ജമാണ്. പമ്പയുടെ ഓളപ്പരപ്പിന് മുകളിലൂടെ നദിയിലിറങ്ങാതെ തന്നെ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കാമെന്നത് ഇത്തവണത്തെ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. ആധുനിക എഞ്ചിനീയറിംഗ് മികവും ആത്മീയ പാരമ്പര്യവും കൈകോർക്കുന്ന ഈ കാഴ്ച മാരാമണ്ണിൻ്റെ ചരിത്രത്തിൽ ഇനിയും പുതിയ അധ്യായമായി തന്നെ മാറും. മാരാമൺ കൺവെൻഷൻ എന്നത് ഒരു വാർഷിക ചടങ്ങല്ല, അത് ഒരു നവീകരണമാണ്. ഈ പമ്പാതീരത്തെ മണൽത്തരികളിൽ പതിയുന്ന ഓരോ പ്രാർത്ഥനയും ലോകത്തിന് സമാധാനത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. ഈ ഒരാഴ്ചക്കാലം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ വെളിച്ചമായി മാറട്ടെ. വചനം കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റാനുള്ളതാണെന്ന വലിയ പാഠം ഉൾക്കൊണ്ട് നമുക്ക് ഈ മണൽപ്പുറത്തു നിന്നും മടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.